അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ലോ, അതുമാതിരി ആ സെക്കൻഡ് ലോ ഉപയോഗിച്ച് എങ്ങനെ ഫോഴ്സ് മെഷർ ചെയ്യാം എന്നൊക്കെ കണ്ടു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോബ്ലം അതിൽ കൊടുത്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലം നമ്മൾക്ക് ആദ്യം ചെയ്യാം. പേജ് 53 M1 M2 are the masses of two bodies. When a force of 5 Newton is applied on each body, M1 gets an acceleration of 10 meter per second square and M2 20 meter per second square. M1 M2 എന്നീ രണ്ട് മാസുള്ള വസ്തുക്കളിൽ ഒരേ ബലം, തുല്യബലം പ്രയോഗിക്കുന്നു. ആ ബലം തന്നിട്ടുണ്ട് 5 ന്യൂട്ടൺ. അത് തുല്യബലം പ്രയോഗിച്ചാൽ M1ന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണവും M2വിന് 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണവും ഉണ്ടാകുന്നു. അതിനുശേഷം ഈ രണ്ട് വസ്തുക്കളും, ഇഫ് ദ ടു ബോഡീസ് ആർ ടൈഡ് ടുഗദർ, രണ്ടും കൂട്ടിക്കെട്ടി ഒന്നാകുന്നു. എന്നിട്ട് സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ്, അതേ ബലം തന്നെ പ്രയോഗിക്കുന്നു, അതായത് 5 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ കമ്പൈൻഡ് സിസ്റ്റം. ആ രണ്ട് ബോഡിയും കൂടി കൂട്ടിക്കെട്ടിയ ആ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ ത്വരണം എത്ര? അതാണ്. അപ്പൊ ഫിസിക്സിൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ശീലിക്കേണ്ട സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക, യൂണിറ്റ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കുക, എന്നിട്ട് ആ തന്നിരിക്കുന്ന വാല്യൂസും കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ബന്ധം ഉള്ള ഫോർമുല ആലോചിച്ച് കണ്ടെത്തി അതിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് സെയിം ഫോഴ്സ് ആണ് F തന്നിട്ട് 5 ന്യൂട്ടൺ. ഇനി M1 എന്നുള്ള ബോഡിക്ക് ഉണ്ടായ ആക്സിലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്കറിയാം F ഈസ് ഈക്വൽ ടു ma. നമ്മുടെ ലക്ഷ്യം M1 എന്നുള്ള ആദ്യത്തെ മാസ് കാണണം, അതിനുശേഷം M2 എന്നുള്ള രണ്ടാമത്തെ മാസ് നമുക്ക് കാണണം. അപ്പൊ M1 into A ഈസ് ഈക്വൽ ടു 5. A തന്നിട്ടുണ്ട് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ M1 ഉണ്ടായ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ 10 ആണ്. അപ്പൊ M1 into 10 is equal to 5. Then M1 is equal to 5 by 10 is equal to 1/2 kilogram. ഇനി അതുമാതിരി തന്നെ M2 into A is equal to 5. സെയിം ഫോഴ്സ് ആണ്. പക്ഷെ Aക്ക് ഉണ്ടായ ആക്സിലറേഷൻ 20 ആണ്. അപ്പോ M2 into 20 is equal to 5 or MV is equal to 5 by 20 is equal to 1/4 meter per second square. ഈ രണ്ടും കൂടി കമ്പൈൻഡ് ആക്കി അപ്പൊ മാസ് എന്തായിട്ട് ഒരു M1 plus M2 into A, സെയിം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യണേ, is equal to 5 എന്ന് പറഞ്ഞാൽ 1/2 plus 1/4 into A is equal to 5. 1/2 plus 1/4 അര പ്ലസ് കാല് മുക്കാല് 3/4. A is equal to 5. A is equal to എന്ത് സംഭവിക്കും? ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്താ 5 into 4, ഇവിടെ ഡിവിഷൻ ആണ് നടക്കുന്നത്, അതിനായിട്ട് മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവന്നു by 3 എന്ന് പറഞ്ഞാൽ 20/3. A is equal to 20/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് അതിന്റെ ഉത്തരം. ആ പ്രോബ്ലം ചെയ്ത് പഠിക്കുക, കാണാതെ 3 പ്രാവശ്യം ചെയ്ത് പഠിക്കണം എല്ലാവരും. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് ഇമ്പൾസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇമ്പൾസീവ് ഫോഴ്സും ഇമ്പൾസും രണ്ടും രണ്ടാണ്. അത് പ്രത്യേകം ഓർക്കണം. ആ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ചോദിച്ചേക്കണേ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചിലപ്പോൾ തെറ്റി ചോദിക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമ്പൾസീവ് ഫോഴ്സും ഇമ്പൾസും. ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് എ വെരി ലാർജ് ഫോഴ്സ്. വളരെ ഉയർന്ന ബലം ചെറിയ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുക. ചെറിയൊരു സമയം കൊണ്ട് വളരെ ഉയർന്ന ബലം പ്രയോഗിക്കുക. അതാണ് എന്ത്? ഇമ്പൾസീവ് ഫോഴ്സ്. അതുണ്ടാക്കുന്ന റിസൾട്ട്, അതുണ്ടാക്കുന്ന ഫലം വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇമ്പൾസീവ് ഫോഴ്സിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ചുറ്റിക ഉപയോഗിച്ച് ആണി അടിക്കുക. ആ ചുറ്റിക ഉപയോഗിച്ച് ആണി അടിക്കുന്ന സമയത്ത് നമ്മൾ ആണി പോയിന്റഡ് ആയിട്ടുള്ള അതിന്റെ എൻഡ് ചുമരുമലയ്ക്ക് ഉറപ്പിച്ച് വെച്ച് ചിറ്റിക വെച്ച് ഇങ്ങനെ അമർത്തുന്നല്ല ചെയ്യുക. എന്താ ചെയ്യുക? ആ ചുറ്റിക വെച്ച് അമർത്തുന്ന എത്ര ഫോഴ്സ് ആണോ, എത്ര വെച്ച് അമർത്തിയാലും അത് കയറാൻ പോകുന്നില്ല. നേരെ മറിച്ച് സെയിം ഫോഴ്സ് നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് ആഞ്ഞടിക്കുന്നത് വഴി ചെറിയൊരു സമയം കൊണ്ട് അതേ ഫോഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചുമരിലേക്ക് തറഞ്ഞ് കയറും. അപ്പൊ അതാണ് ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം. നമ്മുടെ ബോള് അടിക്കുന്നതും എല്ലാം നമുക്ക് ഇമ്പൾസീവ് ഫോഴ്സ് ആയിട്ട് പറയാം. ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് എ വെരി ലാർജ് ഫോഴ്സ്, വളരെ ഉയർന്ന ബലം, ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം, വളരെ ചെറിയ സമയം കൊണ്ട് വളരെ വലിയ ബലം പ്രയോഗിക്കുക. അതാണ് എന്ത്? ഇമ്പൾസീവ് ഫോഴ്സ്. ശ്രദ്ധിക്കണം. അടുത്തെന്താ? ഇമ്പൾസ്.
അടുത്തത് ഇമ്പൾസ്. ആവേഗബലവും ആവേഗവും മലയാളത്തിൽ അങ്ങനെയാണ് ഇപ്പോ ഇംഗ്ലീഷ് വേർഡ് തന്നെ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ടൈം. ഈ ഫോഴ്സിനെയും ടൈമിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ഇമ്പൾസ്. അപ്പൊ രണ്ടാണ്. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ ടൈം. അപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം ബലത്തിന് പറയുന്ന പേരാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻ ടു ടൈം. ടെക്സ്റ്റിൽ അതിന്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അതിനെ ഡിറൈവ് ചെയ്യാൻ പറ്റും. യൂണിറ്റ് നമ്മൾ 8ാം ക്ലാസ്സിൽ യൂണിറ്റ് ഡിറൈവ് ചെയ്യാൻ പഠിച്ചതാണ്. ഫോർമുലയിൽ നിന്നാണ് യൂണിറ്റ് ഡിറൈവ് ചെയ്യുക. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ്. ഇനി എന്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണോ നടക്കുന്നത് അതേ ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ്. അപ്പൊ ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ടെക്സ്റ്റിൽ ഇത് പറഞ്ഞിട്ടില്ല, നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. ന്യൂട്ടൺ സെക്കൻഡ്. ഇനി അടുത്തതായിട്ട് എഫ്. നമ്മുടെ ലക്ഷ്യം ഇമ്പൾസുമായി ബന്ധപ്പെട്ട ഇമ്പൾസിനെ സ്വാധീനിക്കുന്ന ഇമ്പൾസിനെ കൂട്ടാം കുറയ്ക്കാം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു ഫോർമുല ഡിറൈവ് ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം. അത് നമുക്കറിയാം. സെക്കൻഡ് ലോ നമ്മൾ ചെയ്ത സമയത്ത് എഫ് ഈസ് ഇക്വൽ ടു എം ഇൻറ്റു വി മൈനസ് ബൈ യു, എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ് ഫോഴ്സ്. ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ എം വി മൈനസ് എം യു. അതിനെ നമുക്ക് എം കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുന്ന സമയത്ത് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് കിട്ടും. ഇത് എവിടുന്നാ കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലോ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എഫ് ഈസ് ഇക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. നമുക്ക് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഇൻറ്റു ടി ആണ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും? എഫ് ഇൻറ്റു ടി. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഇ ഉണ്ട്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു സ്പെല്ലിംഗിൽ ഇ ഉണ്ട്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. അപ്പൊ എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എം ഇൻറ്റു വി മൈനസ് യു. F into t is equal to m into v minus u, or f into t is equal to mv minus mu. mv minus mu എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സൂക്ഷിച്ചു നോക്കി. mv എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം, അന്ത്യ ആക്കം. ഇതോ mu ആദ്യ ആക്കം. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം, അന്ത്യാക്കം മൈനസ് ആദ്യാക്കം. അന്ത്യാക്കം മൈനസ് ആദ്യാക്കം എന്ന് പറഞ്ഞാൽ എന്താ? ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ആക്ക വ്യത്യാസം, ഓർ എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. എഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പൾസ് ആണ്. അപ്പൊ എന്താ? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്, ആക്ക വ്യത്യാസമാണ്. ആവേഗം എന്ന് പറഞ്ഞാൽ അത് എന്നോട് തുല്യമാണ്, ആക്ക വ്യത്യാസത്തിന് തുല്യമാണ്. അപ്പൊ ഫോഴ്സ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ബലം ഇൻറ്റു സമയമാണ്. ബലം ഇൻറ്റു സമയം ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇനി ചേഞ്ച് ഇൻ മൊമെന്റം കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ, എഫ് ഇൻറ്റു ടി എന്തായിട്ട് മാറും? എ കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഇവിടെ നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ പ്രൊപ്പോർഷൻ, അനുപാതവുമായി ബന്ധപ്പെട്ട നിയമമാണ്. അത് നിങ്ങൾ അനുപാതം എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, 2 തരത്തിലുള്ള അനുപാതം ഉണ്ട്. ഇൻവേഴ്സ് പ്രൊപ്പോർഷനും ഡയറക്റ്റ് പ്രൊപ്പോർഷനും. അപ്പോ 2 അളവുകളുടെ ഗുണനഫലം ഇവിടെ നോക്കുക. എഫ് ഇൻറ്റു ടി, 2 അളവുകളുടെ പ്രൊഡക്റ്റ്, 2 അളവുകളുടെ ഗുണനഫലം ഒരു കോൺസ്റ്റന്റ്, ഒരു സ്ഥിരസംഖ്യയായി വന്നാൽ മാത്തമാറ്റിക്സിലെ നിയമം എന്താ? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/t. എഫ് ആ 2 അളവുകൾ തമ്മിൽ എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതാണ് നിയമം. മാത്തമാറ്റിക്സിലെ നിയമമാണ്. 2 അളവുകൾ തമ്മിലുള്ള ഗുണനഫലം ഒരു കോൺസ്റ്റന്റ്, ഒരു സ്ഥിരസംഖ്യയാണെങ്കിൽ ആ 2 അളവുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വിപരീത അനുപാതമായിരിക്കും. തിരിച്ചു വരാം. എന്താ? 2 അളവുകൾ തമ്മിലുള്ള ഹരണഫലം, അവ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ ആ 2 അളവുകൾ തമ്മിലുള്ള അനുപാതം ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും, നേർ അനുപാതമായിരിക്കും. അത് മാത്സിലെ നിയമമാണ്. അപ്പൊ മാത്സിലെ നിയമം നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എഫ് ഇൻറ്റു ടി ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ആൻഡ് ടി ആർ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ. രണ്ടും എങ്ങനെയായിരിക്കും? എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ടൈം ഇന്റർവെല്ലിൽ കുറഞ്ഞാൽ, ടി കുറഞ്ഞാൽ എഫ് കൂടും. ആ സമയം, ആ ബലം അനുഭവപ്പെടുന്ന സമയം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ആ ബലം
അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന റിസൾട്ട് അത് വളരെ കൂടുതൽ ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ ഇതൊന്നും അറിഞ്ഞിട്ടല്ല എന്നുണ്ടെങ്കിലും ഈ സംഗതികൾ നമ്മൾ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ആ ബുള്ളറ്റിൻസ് അറിയണം, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. പേജ് നമ്പർ 54 എന്താ അത്? At the time of catching cricket ball, the time of catching is extended by moving the hand backward with the ball. അതാണ് ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല നല്ല ശക്തമായ അടി, നല്ല വേഗതയിലാണ് ബോൾ വരണേന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അങ്ങനെ പിടിച്ച് നമ്മൾ അവിടെ നിർത്തില്ല. ഒറ്റയടിക്ക് പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആവും, മൊമെന്റം 0 ആവും. അപ്പൊ ഒരൊറ്റ സെക്കൻഡോട് നമ്മൾ ബോളിനെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വലിയ ചേഞ്ച് ഇൻ മൊമെന്റം സംഭവിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ടൈം ഇന്റർവെല്ല് കുറയും. ടൈം ഇന്റർവെല്ല് കുറഞ്ഞാൽ ടി കുറഞ്ഞാൽ സംഭവിക്കും, നമ്മുടെ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം കൂടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന സൂത്രം എന്താ? നമ്മുടെ കയ്യിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ തന്നെ ബോളിനെ അപ്പൊ തന്നെ സ്റ്റേഷനറി അല്ലെങ്കിൽ മറ്റേ ചലിക്കാതെ ആക്കില്ല. നമ്മൾ കൈ പിന്നാക്കം ചലിച്ച് ആ മൊമെന്റം 0 എടുക്കാൻ വേണ്ടതായ സമയം കൂട്ടും. ആദ്യം ഒരൊറ്റ സെക്കൻഡിലുള്ളത് 3-4 സെക്കൻഡ് ആക്കി മാറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സമയം ടൈം ഇന്റർവെൽ കൂടും. ടൈം ഇന്റർവെൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ അനുഭവപ്പെടുന്ന, നമ്മുടെ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം കുറയും. അപ്പോ അതാണ്. അപ്പോ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എന്താ? ഈ ബന്ധം എന്താ? ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. During a pole vault, the impact reduced by falling on a ഫോം ബെഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോൾ വാൾട്ട് ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചാടുന്ന സമയത്ത് നേരെ വന്ന് തറയിൽ വീഴുകയല്ല ചെയ്യുക, വലിയ സ്പോഞ്ച് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബെഡിലേക്കാണ് വന്ന് വീഴുക. അപ്പൊ ബെഡിലേക്ക് വീഴുന്ന സമയത്ത് അയാളുടെ വെലോസിറ്റി, ആ ബെഡ് കുഴിഞ്ഞു പോയി, ആ സ്പോഞ്ച് കുഴിഞ്ഞു പോയി, അയാളുടെ വെലോസിറ്റി പതുക്കെ 0 ആവുള്ളൂ. ആ കുഴിഞ്ഞു പോകുന്ന സമയത്തേക്കാൾ മൂവ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി 0 ആയിട്ടില്ല. നേരെ മറിച്ച് തറയിൽ വന്നുകൊണ്ട് ഇട്ട വന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് വെലോസിറ്റി 0 ആവും. ആ ചേഞ്ച് ഇൻ മൊമെന്റം വളരെ ചെറിയ സെക്കൻഡിൽ, വളരെ ചെറിയ സമയത്ത് അനുഭവപ്പെടും. അയാൾക്ക് ഉണ്ടാകുന്ന ആഘാതവും കൂടും. ഇനി ഹേ ഓർ സ്പോഞ്ചസ് ആർ യൂസ്ഡ് വൈൽ പാക്കിംഗ് ഗ്ലാസ് വെയേഴ്സ്. കുപ്പി കൊണ്ട്, ചില്ല് കൊണ്ട് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇമ്പൾസ് കുറയ്ക്കാൻ വേണ്ടി ഇടയില് കടലാസിന്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ വൈക്കോല് ഇതൊക്കെ നമ്മൾ നിറയ്ക്കും. ദിസ് ഹെൽപ്സ് ടു അവോയ്ഡ് ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ് വെയേഴ്സ് ഡ്യൂ ടു കൊളീഷൻ. ഇനി കരാട്ടെ എക്സ്പേർട്സ് മൂവ് ദെയർ ഹാൻഡ്സ് വിത്ത് ഗ്രേറ്റ് സ്പീഡ് ടു ചോപ്പ് സ്ട്രോങ് ബ്രിക്സ്. ഇഷ്ടിക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല സ്റ്റേറ്റ്സിലും ഇഷ്ടികയൊക്കെ കരാട്ടക്കാര് അടിച്ച് തകർക്കുന്നത്. അവരൊരിക്കലും കൈ വെച്ച് അമർത്തല്ല ചെയ്യുന്നത്. അവരൊരു ഒരു വളരെ ഉയർന്ന ബലം ചെറിയ സമയം കൊണ്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതൊക്കെ ഇമ്പൾസീവ് ഫോഴ്സുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. അത് തന്നിട്ട് ചോദ്യം ചോദിക്കും. ഈ റിലേഷൻ അറിയണം, ഇമ്പൾസീവ് ഫോഴ്സ്, ഇമ്പൾസീവ് രണ്ടാമെന്ന് അറിയണം. ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഓക്കെ.